കുട്ടിപ്പാപ്പൻ യാത്രയായി. സീറോ മലബാർ സഭയിൽ ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ മക്കളുള്ള പിതാവ്. മക്കൾ ദൈവദാനമാണെന്ന് വിശ്വസിച്ച് 19 മക്കൾക്ക് ജന്മം നൽകി അവരെ വളർത്തി ഉന്നത നിലയിലേക്ക് നയിച്ച ഉത്തരവാദിത്തമുള്ള അപ്പൻ. ആരാണീ കുട്ടിപ്പാപ്പൻ? വെച്ചൂച്ചിറയിലെ ആദ്യകാല കുടിയേറ്റ കർഷകൻ, മണ്ണിനോട് പൊരുതി ജീവിച്ച മാതൃകാ പുരുഷൻ. നാട്ടുകാരും വീട്ടുകാരും സ്നേഹത്തോടെ കുട്ടിപ്പാപ്പൻ എന്ന് വിളിക്കുന്ന 90 വയസ്സുകാരനായ അദ്ദേഹത്തിന്റെ മുഴുവൻ പേര് NM എബ്രഹാം എന്നാണ്. പതിറ്റാണ്ടുകൾക്ക് മുമ്പ് മധ്യ കേരളത്തിൽ നിന്ന് കുടിയേറി വന്നവർക്ക് കരുതലും സ്നേഹവും നൽകി കൂടെ നിന്ന വ്യക്തിയായിരുന്നു 75 വർഷങ്ങൾക്ക് മുമ്പ് കുടിയേറ്റത്തിലൂടെ കല്ലും മലയും താണ്ടി വെച്ചൂച്ചിറയെത്തിയ കുട്ടിപ്പാപ്പൻ. പെരുവന്താനം ഒട്ടലാങ്കൽ കുടുംബാംഗമായ മേരിക്കുട്ടിയാണ് കുട്ടിപ്പാപ്പന്റെ ഭാര്യ. നാം രണ്ട് നമുക്ക് രണ്ട് എന്ന സന്ദേശം ക്രൈസ്തവ കുടുംബങ്ങളെ ഏറെ സ്വാധീനിച്ചു കൊണ്ടിരുന്ന കാലഘട്ടത്തിലാണ് ഈ ദമ്പതികൾ 19 മക്കൾക്ക് ജന്മം നൽകിയത് എന്ന് നാം ഓർക്കണം. ദൈവസന്നിധിയിൽ ഏറെ ബഹുമാന്യരായ ഈ ദമ്പതികളുടെ 15 മക്കൾ ഇന്നും ആരോഗ്യത്തോടെ ജീവിക്കുന്നു. 2 കുഞ്ഞുങ്ങൾ വീട്ടുമാമോദീസ സ്വീകരിച്ച് ഉടനെ മരിച്ചുപോയി. മറ്റ് 17 പേരിൽ 2 പേർ ഈ ലോകത്തോട് വിട പറയുകയും ചെയ്തു. പെൺമക്കളിൽ ഒരാൾ ടാൻസാനിയയിൽ കർത്താവിന്റെ മുന്തിരിത്തോപ്പിൽ സന്യാസിനിയായി സേവനം ചെയ്യുന്നു. സിസ്റ്റർ ഒഴികെയുള്ളവരിൽ 5 പേർ ഇന്ത്യക്ക് പുറത്തും 3 പേർ കേരളത്തിന് പുറത്തുമായി ജോലി ചെയ്തു വരുന്നു. ബാക്കിയുള്ള 6 പേർ കേരളത്തിനകത്ത് ജോലി, ബിസിനസ്, കൃഷി എന്നിവയായി നല്ല നിലയിൽ മുന്നോട്ട് പോകുന്നു. ദൈവം തരുന്ന മക്കളെ സ്വീകരിക്കുന്ന കാര്യത്തിൽ ആരോഗ്യത്തിനോ സൗന്ദര്യ സംരക്ഷണത്തിനോ പ്രാധാന്യം നൽകാതെ ജീവിച്ച ഈ ദമ്പതികൾ ഇന്നത്തെ തലമുറയ്ക്ക് വലിയൊരു മാതൃകയും പ്രചോദനവുമാണ്. എല്ലാ വർഷവും തുടർച്ചയായി കടന്നു വന്നിരുന്ന പ്രസവം മൂലം ശരീരത്തിൽ കാൽസ്യത്തിന്റെ കുറവ് വന്നതുമൂലം വളരെ ചെറുപ്പത്തിലെ കുട്ടിപ്പാപ്പന്റെ ഭാര്യ മേരിക്കുട്ടിയുടെ പല്ലുകൾ കൊഴിഞ്ഞുപോയി. ജീവിതത്തിലെ പ്രാരാബ്ദങ്ങൾ മൂലം വെപ്പുപല്ല് വെക്കുവാനും കഴിഞ്ഞില്ല. ഇന്നത്തെ പോലെ ചികിത്സാ സംവിധാനങ്ങളോ ആരോഗ്യ സംരക്ഷണ മരുന്നുകളോ ലഭ്യമല്ലാതിരുന്ന അക്കാലത്ത് കാൽസ്യം ഗുളികകൾ ലഭിക്കാതെ മുന്നോട്ടു പോയ മേരിക്കുട്ടി വളരെ ചെറുപ്പത്തിൽ തന്നെ വാർദ്ധക്യത്തിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ച് തുടർന്നുള്ള പ്രസവത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചവരോടും കളിയാക്കിയവരോടും മേരിക്കുട്ടി തിരിച്ചു നൽകിയ മറുപടി പല്ലില്ലാത്ത മോണ കാട്ടി ഒരു ചിരി മാത്രമായിരുന്നു. കാര്യമായി ആരും തന്നെ ജീവന്റെ സമൃദ്ധി എന്ന ആശയം പ്രചരിപ്പിച്ചു തുടങ്ങാതിരുന്ന ആ കാലഘട്ടത്തിൽ ജീവന്റെ മൂല്യത്തെക്കുറിച്ചുള്ള ഇത്രയും വലിയ ഒരു ദൈവിക ദർശനം ഈ ദമ്പതികൾക്ക് എവിടെ നിന്ന് കിട്ടി? ദൈവം നേരിട്ട് അവരുടെ ഹൃദയത്തിൽ ഇട്ടുകൊടുത്തു എന്നതൊഴികെ മറ്റെന്തു ഉത്തരമാണ് ആ ചോദ്യത്തിനുള്ളത്? എന്തായാലും സഭയും ജീവന്റെ മൂല്യത്തെ ഒരു കാലത്ത് തള്ളിപ്പറഞ്ഞ ചൈനയടക്കമുള്ള രാജ്യങ്ങളും കൂടുതൽ മക്കൾ എന്ന ആശയത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മുടെ മുന്നിൽ കാലം എത്തും മുമ്പേ, കാലത്തിന് മുമ്പേ നടന്നു നീങ്ങിയവർ തന്നെയാണ് കുട്ടിപ്പാപ്പനും ഭാര്യ മേരിക്കുട്ടിയും.